Hi students, welcome back to QA Focus. Chemistry exam ആണ്. അപ്പം 2 മാർക്കിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാധാരണ എക്സാമിന് ചോദിക്കാറുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മളിവിടെ നോക്കുന്നത്. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഈസ് മിഷ് മെറ്റൽ? ഗിവ് ഇറ്റ്സ് യൂസ്. അതിൻ്റെ യൂസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് അപ്പോൾ ഇതൊരു അലോയി ആണ്. ഇതൊരു അലോയി ആണ്. ഇതിനകത്ത് ആരൊക്കെയുണ്ട്? ലാന്തനോയിഡ് ആൻഡ് അയൺ ആണ് ഇതിനകത്തുള്ളത്. ലാന്തനോയിഡ്സ് 95%, അയൺ ഏകദേശം ഒരു 5% ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിനകത്ത് വെരി സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ട്രേസസ് ഓഫ്, തീരെ ചെറിയ അളവിൽ ട്രേസസ് ഓഫ് സൾഫർ ഉണ്ട്, കാർബൺ ഉണ്ട്, കാൽഷ്യം ഉണ്ട്, അലുമിനിയം ഉണ്ട്. അപ്പം ആൻസർ നമുക്ക് എന്തെഴുതാം? ഇറ്റ് ഈസ് ആൻ അലോയ്. ഇറ്റ് ഈസ് കൺസിസ്റ്റ് ഓഫ് 95% of lanthanide and 5% of iron, and also contains traces of sulfur, carbon, calcium, aluminum, etc. ഇനി ഇതിൻ്റെ യൂസേജ് എന്ന് പറയുന്നത്, ഇത് മെയിനായിട്ടും മെഗ്നീഷ്യം ബേസ്ഡ് അലോയ്സിനകത്താണ് യൂസ് ചെയ്യുന്നത്. മെഗ്നീഷ്യം ബേസ്ഡ് അലോയ്സിനകത്ത് ബുള്ളറ്റ്സും ഷെൽസും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതിനകത്ത് മിഷ് മെറ്റൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സ്കാൻഡിയം ഇസ് എ ട്രാൻസിഷൻ എലമെന്റ് ബട്ട് സിങ്ക് ഇസ് നോട്ട്. ഇസ് ഇറ്റ് ട്രൂ? ജസ്റ്റിഫൈ. സ്കാൻഡിയം എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷൻ എലമെന്റ് ആണ്, പക്ഷെ സിങ്ക് ട്രാൻസിഷൻ അല്ല. എന്താണ് കാരണം എന്നാണ് നമുക്ക് ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ റീസൺ പറയുമ്പോഴത്തേക്കും നമുക്ക് നോട്ട് ചെയ്യേണ്ടത്, സിങ്ക് എന്ന് പറയുന്നതിനകത്ത് കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ആണ്. ആരുടെ കേസിൽ? സിങ്കിന്റെ കേസിൽ. ഇൻ ദി കേസ് ഓഫ് സിങ്ക് ഇറ്റ് ഹാസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽസ്. But in the case of scandium, the d orbital is incomplete. In the case of scandium, the d orbital is incomplete. സ്കാൻഡിയത്തിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും ഇൻകംപ്ലീറ്റ് ആണ്. അതുകൊണ്ടാണ് സ്കാൻഡിയം എന്തിനകത്ത് വരുന്നത്? ട്രാൻസിഷൻ എലമെന്റിനകത്ത് വരുന്നത്. പക്ഷെ സിങ്ക് ആരുടെ അകത്ത് വരുന്നില്ല? ട്രാൻസിഷൻ എലമെന്റിനകത്ത് വരുന്നില്ല. അപ്പം ആൻസർ എന്തെഴുതും? സിങ്ക് ഹാസ് കംപ്ലീറ്റ്ലി ഫിൽഡ് d orbitals both in ground state and oxidized state. Ground stateലും oxidized stateലും d orbital filled ആണ്. But scandium has incomplete d orbitals. Therefore, scandium belongs to transition element. Clear ആയോ? Okay. അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ? ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ, കോൺസെൻട്രേഷൻ, നേച്ചർ. ആരുടെ? റിയാക്റ്റൻസിന്റെ. Temperature of the reactants, concentration of the reactants, nature of the reactants. പിന്നെ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ കാറ്റലിസ്റ്റ്, സർഫസ് ഏരിയ, റേഡിയേഷൻ. 6 പോയിന്റ്സ് ആണുള്ളത്. ടെമ്പറേച്ചർ, കോൺസെൻട്രേഷൻ, കാറ്റലിസ്റ്റ്, നേച്ചർ, സർഫസ് ഏരിയ ആൻഡ് റേഡിയേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരുമ്പോൾ, വാട്ട് ഡു യു മീൻ ബൈ റേറ്റ് ഓഫ് എ റിയാക്ഷൻ? ഹൗ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ്? എന്താണ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത്? റേറ്റ് ഓഫ് എ റിയാക്ഷൻ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത് amount of
പ്രോഡക്ട്സ് ഫോംഡ് ഇൻ യൂണിറ്റ് ടൈം അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കറക്റ്റ് വേർഡ് റിയാക്റ്റൻസ് ആണ് അല്ലേ. നമ്മൾ അതിൻ്റെ അകത്ത് കെമിക്കൽ റിയാക്ഷനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്നത് റിയാക്റ്റൻസ് എന്നാണ് അല്ലേ. എമൗണ്ട് ഓഫ് റിയാക്റ്റൻസ് യൂസ്ഡ് ഇൻ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ ദി റിയാക്ഷൻ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ റിയാക്റ്റൻസ് യൂസ്ഡ് ഇൻ യൂണിറ്റ് ടൈം, ദാറ്റ് ഈസ് റേറ്റ് ആർ ഈക്വൽ ടു dx/dt. ഇതിനകത്ത് dx ആരായിരിക്കും? എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഓർ റിയാക്റ്റൻസ് യൂസ്ഡ് ഇൻ യൂണിറ്റ് ടൈം. അപ്പോൾ നമ്മൾ റേറ്റിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് പ്രോഡക്ട്സ് ഫോംഡ് ഇൻ യൂണിറ്റ് ടൈം ഓർ ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഓർ റിയാക്റ്റൻസ് യൂസ്ഡ് ഇൻ യൂണിറ്റ് ടൈം ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ആർ ഈക്വൽ ടു dx/dt. dx എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഫോംഡ് ഓർ റിയാക്റ്റൻസ് യൂസ്ഡ് ഇൻ ദി റിയാക്ഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ടോണം കേട്ടോ, ഉറപ്പായിട്ട് പഠിച്ചിട്ടോണേ. എക്സാമിന് ചോദിക്കുന്നതാണ്. കമ്പയർ ദി മോളിക്കുലാരിറ്റി ആൻഡ് ഓർഡർ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ മോളിക്കുലാരിറ്റിയും ഓർഡറും കമ്പയർ ചെയ്യാനാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിയാക്ടിംഗ് സ്പീഷീസ് അണ്ടർ ഗോയിങ് സൈമുൾട്ടേനിയസ് കൊളീഷൻ ഇൻ ദി റിയാക്ഷൻ. അതായത് ഒരു റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പങ്കെടുക്കുന്ന റിയാക്റ്റൻസ്, അതിനാണ് റിയാക്ടിംഗ് സ്പീഷീസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, നമ്പർ ഓഫ് റിയാക്റ്റൻസ് എന്ന് എഴുതിയാൽ മതി. നമ്പർ ഓഫ് റിയാക്റ്റൻസ് അണ്ടർ ഗോയിങ് സൈമുൾട്ടേനിയസ് കൊളീഷൻ, ഒരേ സമയത്ത് കൊളൈഡ് ചെയ്യുന്നത്, റിയാക്ഷൻ നടക്കുമ്പോഴത്തേക്കും ഒരേ സമയത്ത് കൊളൈഡ് ചെയ്യുന്ന റിയാക്റ്റൻസിൻ്റെയാണ് എന്ത് പറയുന്നത്, അതിൻ്റെ എണ്ണത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, മോളിക്കുലാരിറ്റി. പക്ഷേ ഓർഡർ എന്ന് പറയുന്നത് സം ഓഫ് പവർ ഓഫ് ദി കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദി റേറ്റ് ലോ എക്സ്പ്രഷൻ. റേറ്റ് ലോ എക്സ്പ്രഷനകത്ത് നമ്മൾ എഴുതുമ്പോഴത്തേക്കും അതിനകത്ത് വരുന്ന കോൺസെൻട്രേഷൻ ടേമിൻ്റെ പവറുകൾ ആഡ് ചെയ്യുമ്പം 1ഓ 2ഓ 3ഓ എന്തെങ്കിലും നമുക്ക് ജനറലായിട്ട് എയും ബിയും കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പവർ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? A+B ആയിരിക്കും. കോൺസെൻട്രേഷൻ ടേംസിൻ്റെ പവർ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഓർഡർ. മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിയാക്റ്റൻസ് കൊളൈഡിങ് അറ്റ് എ സൈമുൾട്ടേനിയസ് ടൈം ഇൻ എ റിയാക്ഷൻ. ഒരേ സമയത്ത് തന്നെ കൊളൈഡ് ചെയ്യുന്ന റിയാക്റ്റൻസിൻ്റെ നമ്പറിനെയാണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. ഇത് രണ്ടും പഠിച്ചോണം. നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷനായിട്ട് ചോദിച്ചാലും ഇത് തന്നെ നമുക്ക് എഴുതാൻ വേണ്ടതാണ്. മോളിക്കുലാരിറ്റി എന്താ, ഓർഡർ എന്താ, അതിൻ്റെ ഡെഫിനിഷനായിട്ട് ഡിഫൈൻ മോളിക്കുലാരിറ്റി ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് മെൻ ബൈ ദ ഓർഡർ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഇനി ഇതിനകത്ത് വരുന്ന അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മോളിക്കുലാരിറ്റി ഒരു തിയറിറ്റിക്കൽ വാല്യൂ ആണ്, പക്ഷേ ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റൽ വാല്യൂ ആണ്. എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടാണ് നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടുന്നത്. ഇനി മോളിക്കുലാരിറ്റി ഒരിക്കലും 0 ആകില്ല, ഫ്രാക്ഷനും ആകത്തില്ല. പക്ഷേ ഓർഡർ എന്താകും? 0 ആകാം, ഫ്രാക്ഷൻ ആകാം. ഇനി മോളിക്കുലാരിറ്റി ആ കെമിക്കൽ റിയാക്ഷനെ കുറിച്ച് പ്രത്യേകിച്ച്, ആ കെമിക്കൽ മെക്കാനിസത്തെ കുറിച്ച് പ്രത്യേകിച്ച് ഐഡിയാസ് ഒന്നും തരുന്നില്ല. അതേസമയം ഓർഡർ എന്ന് പറയുമ്പം ആ കെമിക്കൽ മെക്കാനിസത്തെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ബേസിക് ഐഡിയ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ 4 പോയിന്റ്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 4 പോയിന്റ്സ് പഠിച്ചോണം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1 പോയിന്റിന് ഹാഫ് മാർക്ക് വെച്ചിട്ട് 4 പോയിന്റിന് നമുക്ക് 2 മാർക്ക് കിട്ടും. അത് പ്രത്യേകിച്ചും ഈ ഫസ്റ്റ് വൺ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എൻ്റർ ചെയ്യാം. വാട്ട് ഡു യു മീൻ ബൈ 0 ഓർഡർ റിയാക്ഷൻ? ഗിവ് 1 എക്സാമ്പിൾ. എന്താണ് 0 ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്? അതിനൊരു എക്സാമ്പിൾ എക്സാമ്പിൾ എഴുതാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് 0 ഓർഡർ റിയാക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം.
സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇഫ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻഡിപെൻഡന്റ് ഓഫ്, ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ, rate of a reaction independent of concentration of the reactants. Rate of the reaction depend ചെയ്യുന്നില്ല ആരെ? concentration of reactants. റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അത്തരം റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സീറോ ഓർഡർ റിയാക്ഷൻ. സീറോ ഓർഡർ റിയാക്ഷൻ. ഇനി സീറോ ഓർഡർ റിയാക്ഷനകത്ത് റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് R/T ആയിരിക്കും. ഇനി ഇതിന് നമുക്കൊരു എക്സാമ്പിളും കൂടി നമുക്കൊന്ന് എഴുതി നോക്കാം. H2 ഹൈഡ്രജനും ക്ലോറിനും കൂടി കമ്പൈൻ ചെയ്തിട്ട് 2HCl ഫോം ചെയ്യുന്ന കേസ്. ഓക്കെ, ഇനി ഇതിൻ്റെ റേറ്റ് എഴുതുകയാണെങ്കിൽ K ഇൻറ്റു റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു സീറോ അല്ലേ? ഇനി ഓർഡർ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? ഓർഡർ ഇസ് ദി സം ഓഫ് ദി പവർ ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദി റേറ്റ് ലോ എക്സ്പ്രഷൻ അല്ലേ? ഇതിൻ്റെ രണ്ടിൻ്റെയും കോൺസെൻട്രേഷൻ ടേംസിൻ്റെ പവർ എത്രയാണ് ഇവിടെ? സീറോയും ആണ് അല്ലേ? അപ്പോൾ 0 + 0 നമുക്ക് എന്ത് കിട്ടും? ഓർഡർ ഈക്വൽ ടു 0. ഓർഡർ ഈക്വൽ ടു 0 കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളും കൂടി പഠിച്ചിട്ടോണം കേട്ടോ. 2 മാർക്ക് ക്വസ്റ്റൻ ആണെങ്കിൽ അത് ഡിഫൈൻ ചെയ്യുന്നതിന് 1 മാർക്കും എക്സാമ്പിൾ എഴുതുന്നതിന് 1 മാർക്കും, ടോട്ടൽ 2 മാർക്ക് ആയിരിക്കും. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫ്യൂവൽ സെല്ലിൻ്റെ കാഥോഡ് റിയാക്ഷനും ആനോഡ് റിയാക്ഷനും എഴുതാനാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. എന്തും കൂടി ചോദിച്ചിട്ടുണ്ട്? ഏതെങ്കിലും 2 അഡ്വാൻറ്റേജും കൂടി എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതിനകത്ത് കാഥോഡ് റിയാക്ഷൻ എന്താ നടക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അറ്റ് കാഥോഡ് O2 + 2H2O 4 ഇലക്ട്രോണുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് 4OH- 2 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 4 ഹൈഡ്രജൻ ഉണ്ട്. 4 ഇലക്ട്രോണുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പം അത് 4OH- ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആനോഡിലോ 2H2 ഈ 4OH- കമ്പൈൻ ചെയ്തിട്ട് അല്ലേ? ഓക്കെ, 4H2O ഫോം ചെയ്യും. പ്ലസ് ആരും കൂടി വരും? 4 ഇലക്ട്രോണും കൂടി വരും. ഈ 4 ഇലക്ട്രോണാണ് ആനോഡിൽ വന്നിട്ട് O2 + 2H2 ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 4OH- ആയിട്ട് ഫോം ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓവറോൾ റിയാക്ഷൻ എന്ത് എഴുതാൻ പറ്റും? ഓവറോൾ റിയാക്ഷൻ വരുമ്പം 2H2 + O2 gives 2H2O. സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് 2 മാർക്ക് കിട്ടും. പെട്ടെന്ന് നമുക്ക് പഠിച്ചിടാവുന്നതേ ഉള്ളൂ. ഒത്തിരി സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഏതെങ്കിലും 2 അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ഇത് പൊള്യൂഷൻ ഫ്രീ ആണ്, പിന്നെ കൂടുതൽ എഫിഷ്യൻ്റ് ആണ്. അപ്പം നമുക്ക് എന്ത് പറയാം? പൊള്യൂഷൻ ഫ്രീ ആണ്, മോർ എഫിഷ്യൻ്റ്, കൂടുതൽ എഫിഷ്യൻ്റ് ആണ്. പൊള്യൂഷൻ ഫ്രീ ആണ്, കൂടുതൽ എഫിഷ്യൻ്റുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. NaCl and HCl അല്ലേ?
CH3CONA ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്, വാല്യൂസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? λm അല്ലേ, അറ്റ് ഇൻഫൈനൈറ്റ് ഡൈലൂഷൻ. മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫൈനൈറ്റ് ഡൈലൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് അല്ലേ. വെറുതെ ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്തേ. മോളാർ കണ്ടക്റ്റൻസ് മോളാരിറ്റിയുമായിട്ടുള്ള റിലേഷൻ എന്തായിരുന്നു? λm ഈക്വൽ ടു 1000 K ബൈ മൊളാരിറ്റി അല്ലേ. ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. മോളാർ കണ്ടക്റ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണം. ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ നോക്കാൻ മറക്കരുത്. ഒന്ന് നോക്കിയേക്കണേ കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ് ഇതെല്ലാം. നമുക്ക് ക്വസ്റ്റിനകത്ത് അസറ്റിക് ആസിഡിൻ്റെ മോളാർ കണ്ടക്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ലാംഡ ഓഫ് CH3COOH ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. എന്ത് തന്നിട്ടുണ്ട്? ലാംഡ ഓഫ് CH3COONA തന്നിട്ടുണ്ട്. ഇനി ആര് തന്നിട്ടുണ്ട്? ലാംഡ ഓഫ് HCl തന്നിട്ടുണ്ട്. മൈനസ് ലാംഡ ഓഫ് NaCl ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? CH3COHന്റെ മോളാർ കണ്ടക്റ്റൻസ് കിട്ടും. അതായത് ഇവിടെ NAയും CLും കൂടി കമ്പൈൻ ചെയ്തിട്ട് NaCl പുറത്തേക്ക് പോകണം. CL ഇതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്ത് H ഇതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് CH3COH ആയിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ലാംഡ CH3CONA പ്ലസ് ലാംഡ HCl മൈനസ് ലാംഡ NaCl എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മാത്രം മതി. നമുക്ക് എല്ലാത്തിൻ്റെയും വാല്യൂ തന്നിട്ടുണ്ട്. ഇതിൻ്റെ വാല്യൂ തന്നിരിക്കുന്നത് 91 ആണ്. പ്ലസ് 425.9 മൈനസ് 126.4. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പം 390 ആണ് നമുക്ക് കിട്ടുന്നത്. 390. ഇനി മോളാർ കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? ഓം റേസ് ടു -1 സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു -1. മോൾ റേസ് ടു -1. ഓക്കെ, സിമ്പിൾ പ്രോബ്ലംസ് ആണ്, ചെയ്യാതിരിക്കരുത്, മാർക്ക് വെറുതെ കളയരുത് കേട്ടോ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. Represent the cell that constructed with silver and copper electrode. കോപ്പർ ഇലക്ട്രോഡും സിൽവർ ഇലക്ട്രോഡും വെച്ച് കൺസ്ട്രക്ട് ചെയ്യുന്ന സെൽ റെപ്രസെന്റ് ചെയ്യാനാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, കോപ്പറും സിൽവറും ഇതിനകത്ത് കൂടുതൽ റിയാക്റ്റീവ് ആരാണ്? കോപ്പറാണ് കൂടുതൽ റിയാക്റ്റീവ് അല്ലേ. അപ്പോൾ കോപ്പർ റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ കോപ്പർ എന്തായിട്ട് ആക്ട് ചെയ്യും? ആനോഡായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ സിൽവർ എന്തായിട്ട് ആക്ട് ചെയ്യും? കാഥോഡായിട്ടും ആക്ട് ചെയ്യും. അപ്പോൾ എന്ത് തന്നെ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്? റിയാക്ഷൻസ് ദാറ്റ് ടേക്ക് പ്ലേസ് അറ്റ് ദി ആനോഡ് ആൻഡ് കാഥോഡ്. ആനോഡിലും കാഥോഡിലും നടക്കുന്ന സെൽ റിയാക്ഷൻസും കൂടി എഴുതാനായിട്ട് നമുക്ക് ക്വസ്റ്റിനകത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് എഴുതി നോക്കാം. നമ്മൾ പറഞ്ഞു ആരാണ് ഇവിടെ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്? ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത് കോപ്പർ ആണല്ലേ. അപ്പം Cu ബാർ Cu2 പ്ലസ് ഡബിൾ ബാർ അല്ലേ, Ag പ്ലസ് Ag. ഇതാണ് ആര്? സെൽ അല്ലേ. സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് Cu ബാർ Cu2 പ്ലസ് ഡബിൾ ബാർ Ag പ്ലസ് ബാർ Ag. ഇനി ആനോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ആനോഡ് ഇലക്ട്രോഡിലേക്ക് വരുന്നത്, ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത് കോപ്പറാണ്. Cu gives Cu2 പ്ലസ് പ്ലസ് 2 ഇലക്ട്രോൺസ് അല്ലേ. ഇവിടെ എന്താ നടക്കുന്നത് ശരിക്കും? ഓക്സിഡേഷൻ ആണ് അല്ലേ, ഓക്സിഡേഷൻ. അതുപോലെ കാഥോഡോ? കാഥോഡിൽ സിൽവർ എന്ന് പറഞ്ഞല്ലേ, Ag ആണ്. 2 Ag പ്ലസ് പ്ലസ് 2 ഇലക്ട്രോൺസ് gives 2 Ag സിൽവർ.
2Ag പ്ലസ് 2 ഇലക്ട്രോൺസ് അല്ല, 2 ഇലക്ട്രോൺസ് 2 പ്ലസ് ചാർജുമായിട്ട് കമ്പൈൻ ചെയ്ത് 2Ag ആയിട്ട് വരും. എന്ന് വെച്ചാൽ ഇവിടെ എന്താ നടക്കുന്നത്? അഡീഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ് അല്ലേ? അഡീഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇവിടെ നടക്കുമ്പോൾ ഇവിടെ ആരാണ്? റിഡക്ഷൻ ആണ് നടക്കുന്നത്. ക്ലിയർ ആയോ? പഠിച്ചിട്ടോണം. ഇതുപോലെ സെൽ റിയാക്ഷൻസ് എഴുതാനായിട്ട് ചോദിക്കും. മോർ റിയാക്റ്റീവായിട്ട് വരുന്നത് ഏത് മെറ്റലാണോ അത് ആരായിട്ട് ആക്ട് ചെയ്യും? ആനോഡായിട്ട് ആക്ട് ചെയ്യും. മറ്റേത് കാഥോഡായിരിക്കും. ആനോഡ് വരുന്നിടത്ത് ഓക്സിഡേഷൻ ആയിരിക്കും, കാഥോഡ് വരുന്നിടത്ത് റിഡക്ഷൻ ആയിരിക്കും. അതായത് ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യുന്നത് എവിടെയാ? കാഥോഡിലായിരിക്കും. Next question, a solution of 12.5 gram of organic solute in വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്. ഹാസ് എ ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ ആണ് തന്നിരിക്കുന്നത് അല്ലേ? ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ KB ആണ്. എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? മോളിക്കുലർ മാസ് ഓഫ് ദി സൊല്യൂട്ട്. സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ കിടപ്പുണ്ട്. എല്ലാം നമ്മൾ വെറുതെ ചാപ്റ്റർ പറയുന്ന പോലെ പറഞ്ഞു പോയിരിക്കുകയല്ല, ക്വസ്റ്റ്യൻ ബേസ്ഡ് വീഡിയോസ് ആണ് എല്ലാം ഇട്ടിരിക്കുന്നത്. എല്ലാത്തിനകത്തും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് ആൻസറായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കാണാൻ മറക്കരുത്. എക്സാമിന് നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. ഏതെങ്കിലും ചാപ്റ്റർ പെട്ടെന്ന് കിട്ടുന്നില്ല, വീക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എടുത്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെ കുറച്ച് സിമ്പിളായിട്ട് അതിൻ്റെ അകത്ത് കിട്ടും. ഇവിടെ നമുക്ക് മോളിക്കുലർ മാസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. മോളിക്കുലർ മാസ് ഓഫ് ദി സൊല്യൂട്ട് ആണ് അല്ലേ? മോളിക്കുലർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഈസ് ഈക്വൽ ടു 1000 kb into WB by WA into delta TB. ഇതെല്ലാം ഓരോ ടേംസ് എങ്ങനെയാണ്, ഈക്വേഷൻ എങ്ങനെയാണ് വരുന്നത്, അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാവേ, നോക്കാൻ മറക്കരുതേ. ഇതിനകത്ത് ഓരോ ടേംസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനകത്ത് WA എന്ന് പറയുന്നത് മാസ് ഓഫ് സോൾവെന്റ് ആണ്. മാസ് ഓഫ് സോൾവെന്റ് ആണ്. ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 170 ഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. മാസ് ഓഫ് സോൾവെന്റ്. അതുപോലെ WB എന്ന് പറയുന്നത് മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. സൊല്യൂട്ടിന്റെ മാസാണ്. അത് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 12.5 ഗ്രാം ആണ്. അതുപോലെ ഡെൽറ്റ TB എന്തായിരുന്നു ഓർമ്മയുണ്ടോ? ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ ആണ് അല്ലേ? ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ, BP എലിവേഷൻ. ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. നോക്കിക്കേ, 0.63 കെൽവിൻ അല്ലേ? 63 കെൽവിൻ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്. ആരാ? KB ആരാ? ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ് ആണ് അല്ലേ? ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ് ആണ് KB. ദാറ്റ് ഈക്വൽ ടു 0.52. ഇനി നമുക്ക് MB കണ്ടുപിടിക്കാനായിട്ട് ഈക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം പോരെ? മതി. 1000 ഇൻറ്റു KBയുടെ വാല്യൂ 0.52 ആയിരുന്നു. WB എന്ന് പറയുന്നത്, അതായത് മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് 12.5 ആണ്. ഡിവൈഡഡ് ബൈ WA എന്ന് പറയുന്നത് 170 ആണ്. ഇൻറ്റു ഡെൽറ്റ TB എന്ന് പറയുന്നത്, ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ എന്ന് പറയുന്നത് 0.63 ആണ്. ഇതെല്ലാം കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 60.6 ഗ്രാം പെർ മോൾ ആണ്. 60.6 ഗ്രാം പെർ മോൾ ആണ്. കൂടുതൽ പ്രോബ്ലംസ് ചാനലിനകത്ത് ഉണ്ട് കേട്ടോ, കാണാൻ മറന്നു പോരുതേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോ, വാട്ട് ഡു യു മീൻ ബൈ ഐഡിയൽ സൊല്യൂഷൻ? എന്താണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്? റോൾസിനെ ഒബേ ചെയ്യുന്ന സൊല്യൂഷനെയാണ് എന്ത് പറയുന്നത്? ഐഡിയൽ സൊല്യൂഷൻ ദാറ്റ് ഒബേസ് റോൾസ് ലോ. അപ്പോൾ ഒബേ ചെയ്യാത്തതിന് നമ്മൾ എന്ത് പറയും? നോൺ ഐഡിയൽ സൊല്യൂഷൻ. ഇനി
റോൾസ് ലോ എന്താ പറഞ്ഞിരുന്നത്? ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്തേ പെട്ടെന്ന്. Partial vapor pressure of each component in the solution is directly proportional to mole fraction. അല്ലേ? ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണേ, വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണന്റ് എവിടെ? ഇൻ എ സൊല്യൂഷൻ പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. പെട്ടെന്ന് ഓർത്തിരിക്കാനായിട്ട് ഷോർട്ടായിട്ട് പറയുകയാണ് മോൾ ഫ്രാക്ഷൻ. അപ്പോൾ നമ്മൾ കമ്പോണന്റ് എയുടെ ആണ് എടുക്കുന്നതെങ്കിൽ പി ഓഫ് എ പ്രൊപ്പോർഷണൽ ടു HIA. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യും? പി ഓഫ് എ ഈക്വൽ ടു ഒരു പി ഓഫ് എ അല്ലേ, P0A എഴുതും. ആരെ P0A എന്ന് പറയുന്നത്? വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണന്റ് ആണ്. വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണന്റ്, VP ഓഫ് പ്യുവർ കമ്പോണന്റ്. ആരാ? എ അല്ലേ? എ കമ്പോണന്റിന്റെ പ്യുവർ ഫോമിലുള്ളതിന്റെ വേപ്പർ പ്രഷറാണ്. ഓക്കെ, നമ്മുടെ ഇവിടെ ലോ ചോദിച്ചില്ല. ഈ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളൂ? ഐഡിയൽ സൊല്യൂഷൻ എന്താണെന്നേ ചോദിച്ചിട്ടുള്ളൂ അല്ലേ? ദ സൊല്യൂഷൻ ദാറ്റ് ഒബേ റോൾസ് ലോ ഓവർ ദ എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ. എല്ലാ കോൺസെൻട്രേഷനും ഒബേ ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഐഡിയൽ സൊല്യൂഷൻ. ഒബേ ചെയ്യുന്നില്ലെങ്കിലോ നോൺ ഐഡിയൽ സൊല്യൂഷൻ. ഡ്രോ എ പ്ലോട്ട് ഓഫ് വേപ്പർ പ്രഷർ കർവ് ഫോർ എ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരു സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കർവ് പ്ലോട്ട് ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യണം? പ്ലോട്ട് ചെയ്യാനായിട്ട് വേപ്പർ പ്രഷർ നമ്മൾ ഈ ആക്സിസിലെടുത്തു. ഇവിടെ ആര് വന്നു? മോൾ ഫ്രാക്ഷൻ എടുത്തു അല്ലേ? മോൾ ഫ്രാക്ഷൻ ഈ ആക്സിസിലെടുത്തു. ഇനി എയുടെ 1ഉം ബി കമ്പോണന്റിന്റെ 0യും, അതേപോലെ ഇവിടെ എയുടെ 0യും ബിയുടേത് 1ഉം. ഇന്ന് ബിയിലേക്ക് ഡോട്ടഡ് ലൈൻ ഇട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു അല്ലേ? ഇവിടെ P0B, അതുപോലെ തിരിച്ച് ഇതാരായിരിക്കും? P0A അല്ലേ? ഇനി ടോട്ടലോ? ഇത് ടോട്ടൽ P ഈക്വൽ ടു P0A പ്ലസ് P0B അല്ലേ? PT ഈക്വൽ ടു PA പ്ലസ് PB. ഓക്കെ, ഇനി നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് പോസിറ്റീവ് ഡീവിയേഷനാണ്. പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഡോട്ടഡ് ലൈനിൻ്റെ മുകളിൽ കൂടി സോളിഡ് ലൈൻ വരയ്ക്കുക. ഈ ഡോട്ടഡ് ലൈനിൻ്റെ മുകളിൽ കൂടി സോളിഡ് ലൈൻ, അതേപോലെ ഇതിൻ്റെ മുകളിൽ കൂടി സോളിഡ് ലൈൻ, ഇതിൻ്റെയും മുകളിൽ കൂടി സോളിഡ് ലൈൻ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ വരച്ചിരിക്കുന്നത് ആരാണ്? ഈ വരച്ചിരിക്കുന്നത് ഐഡിയൽ സൊല്യൂഷൻ്റെ ആണ്. ഐഡിയൽ സൊല്യൂഷൻ്റെ ആണ്. ഇത് പോസിറ്റീവ് ഡീവിയേഷനാണ്. ഇനി നമുക്ക് ക്വസ്റ്റിനകത്ത് നെഗറ്റീവ് ഡീവിയേഷനാണ് ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നേനെ? നെഗറ്റീവ് ഡീവിയേഷനാണ് ചോദിച്ചിരുന്നതെങ്കിൽ ഇതിൻ്റെ താഴെ കൂടി എന്ത് പ്ലോട്ട് ചെയ്യണം? സോളിഡ് ലൈൻ പ്ലോട്ട് ചെയ്യണം. ഇതാരെയാ കാണിക്കുന്നത്? നെഗറ്റീവ് ഡീവിയേഷനാണ്. നെഗറ്റീവ് ഡീവിയേഷനാണ്. കണ്ടോ? അപ്പം ഐഡിയൽ സൊല്യൂഷന് പഠിച്ചോണം, പോസിറ്റീവ് ഡീവിയേഷൻ വരുന്നത് പഠിച്ചോണം, നെഗറ്റീവ് ഡീവിയേഷൻ വരുന്നത് പഠിച്ചോണം. കാരണം 3 മാറിയും തിരിഞ്ഞും ചോദിക്കാറുണ്ട്. ഒരെണ്ണം മാത്രം നമ്മൾ പഠിച്ചിട്ട് പോയിട്ട് മറ്റേതാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാണ്ട് വരും അല്ലേ? അപ്പം അതുകൊണ്ട് പഠിക്കുമ്പോൾ 3 വരച്ച് പഠിച്ചോണം കേട്ടോ. PT ഈക്വൽ ടു PA പ്ലസ് PB ആണ്. ഓക്കെ, അപ്പം
നമ്മളിപ്പം ഒരു 2 മാർക്കിൻ്റെ 11 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 22 മാർക്ക് അല്ലേ? 22 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അറിയാം എല്ലാവരും എക്സാമിൻ്റെയൊക്കെ തിരക്കിലാണെന്നറിയാം അല്ലേ? ജസ്റ്റ് ഒന്ന് കണ്ടുപോകാനുള്ള സമയമൊക്കെ ഉള്ളൂ. എന്നാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.